ഇന്ത്യയിലെ ആദ്യത്തെയും ഒരേ ഒരു നമോ ഭാരത് റാപ്പിഡ് റെയിലുമായ ഭുജ് അഹമ്മദാബാദ് വന്ദേ മെട്രോയിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ ഭുജിലാണ്. ഇവിടുന്ന് രാവിലെ 5:15 ട്രെയിൻ പുറപ്പെടുക. ഭുജിൽ ഞങ്ങൾ റെയിൽവേയുടെ റിട്ടയറിംഗ് റൂമാണ് എടുത്തത്. അപ്പോൾ ഇത് ഡബിൾ ബെഡ്റൂമാണ്. 24 മണിക്കൂറിന് ഈ റൂമിനായത് വെറും 280 രൂപയാണ്. ഇവിടെ നല്ല ചൂടാണല്ലോ, 2 ഫാൻ കൂടാതെ തന്നെ ഒരു കൂളർ കൂടിയുണ്ട്. നല്ല സൗകര്യമില്ല, അടിപൊളി റൂം തന്നെയാണ്. TV വരെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബാഗ് എടുത്തോ, നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ല, ഈ ഒരു പൈസയിൽ നമ്മുടെ ഈ ഭുജിൽ ഒരു റൂം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്ര എളുപ്പമല്ല. ഞങ്ങളുണ്ടല്ലോ 4 മണിക്ക് തന്നെ ഇറങ്ങിയിട്ട് ഫ്രഷ് ആയി. ഇനിയിപ്പോ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ടിക്കറ്റ് ഒക്കെ എടുക്കണമല്ലോ. ഭുജ് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നേരം വെളുക്കാൻ കുറച്ച് വൈകും. ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷന്റെ നിലവിലുള്ള കെട്ടിടം ഉള്ളത്. ഇത് പഴയ കെട്ടിടമാണ്. റിട്ടയറിംഗ് റൂമും ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇപ്പോൾ ഇവിടെ തന്നെയാണ്. പുതിയ റെയിൽവേ സ്റ്റേഷന്റെ കെട്ടിടങ്ങളാണ് തൊട്ട് മുന്നിലായി കാണുന്നത്. ഇവിടെ ഇപ്പോൾ നവീകരണമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ ഭാഗത്തായിരിക്കും റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഭാഗങ്ങളൊക്കെ വരിക. ഇനിയിപ്പോൾ നമുക്ക് ഇതാ ഇവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോം നമ്പർ 1 കയറാം. ഈ കാണുന്ന വണ്ടിയാണ് വന്ദേ മെട്രോ. അപ്പോൾ ഇതിൻ്റെ മുൻഭാഗം കണ്ടാലും പുറഭാഗം കണ്ടാലും ഒരുപോലെ തന്നെയാണ്. നമ്മളെ വന്ദേ ഭാരതിനൊക്കെ പോലെ തന്നെ ഒരു സമാനമായിട്ടുള്ളൊരു ലിവർ തന്നെയാണ്. ഇതിൻ്റെ ഡോസ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ആൾക്കാരുണ്ട് ഒരുപാട്. ഇതിൽ പിന്നെ എവിടെ വേണമെങ്കിലും കയറാം. ഫുൾ അൺറിസേർവ്ഡ് ആണ്. ഇതിനാകെ 12 കോച്ചുകളാണുള്ളത്. അതുപോലെ തന്നെ ഭുജ് റെയിൽവേ സ്റ്റേഷനൊക്കെ വെസ്റ്റേൺ റെയിൽവേൻ്റെ കീഴിലാണ് വരുന്നത്. ഇത് എത്ര മണിക്ക് ഇതിൻ്റെ ഡോർ ഓപ്പൺ ആവുമെന്ന് അറിയില്ല. നമ്മുടെ ഏറ്റവും മുൻഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ലിവറിയൊക്കെ കൊള്ളാം. നമോ ഭാരത് ഇവിടെ എഴുതിയത് കണ്ട. ഇതിൻ്റെ ലോഗോ പലറ്റ് വരെ ഇതിൻ്റെ അകത്തൊരാളുണ്ട്. അതാരാണെന്ന് അറിയില്ല. അപ്പം ഇതിൻ്റെ ആ ഒരു മുൻഭാഗത്തു നിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ്. വന്ദേ ഭാരതമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിസൈനിങ്ങിലെല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഒരു ഡിസൈനിങ് ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ആ ഒരു കളർ തീമൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. പെട്ടെന്ന് കണ്ടാൽ നമുക്ക് വന്ദേ ഭാരത് ആണെന്നേ വിചാരിക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ ഈ മുൻഭാഗത്ത് തട്ടലൊന്നും കാണുന്നില്ല. നമ്മളിപ്പോൾ കയറി വന്ന ഏറ്റവും മുൻഭാഗത്ത് കണ്ടില്ലേ, അവിടെ ചളുങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡോർ ഓപ്പൺ ആവട്ടെ. ഭുജ് റെയിൽവേ സ്റ്റേഷനിൽ ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും മാത്രമേ ഈ ട്രെയിൻ ഓടുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഭുജിന് നേരെ പോകുന്നത് വിറങ്കം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് 293 കിലോമീറ്ററാണ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ളത്. അതായത് ഈ വിറങ്കം വരുന്നത് അഹമ്മദാബാദ് എത്തുന്നതിന് മുന്നേയുള്ള സ്റ്റോപ്പാണ്, ഒരു 65 കിലോമീറ്റർ മുന്നേ. ഇവിടുന്ന് ഭുജിൽ നിന്ന് വിറങ്കം വരെ നമുക്ക് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 375 രൂപയാണ്. സാധാരണ പോലത്തെ ടിക്കറ്റ് തന്നെയാണ്. നമ്മൾ അവിടെ എടുക്കുന്ന നേരത്തെ തന്നെ ടിക്കറ്റ് തന്നെ നമോ ഭാരത് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാകും. കുറച്ച് ചാർജ് കൂടുതലാണ്, അറിയാലോ. എന്നാലും പിന്നെ AC ഒക്കെ ആണല്ലോ. ഡോറുകൾ തുറന്നിരിക്കുകയാണ്. ഇതാ നമുക്ക് തന്നെ ആദ്യം ഇതിൻ്റെ അകത്തോട്ട് കയറാം. അപ്പോൾ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനൊക്കെ ഇങ്ങനെയാണ്. അതായത് ഫേസ് ടു ഫേസ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നൊക്കെ നോക്കണ്ടേ. ആദ്യം ഡോറിൻ്റെ ഇവിടുന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ വെൽക്കം, അതായത് ഇനിയിപ്പോൾ ഈ പോകുന്ന റൂട്ടിൻ്റെ മാപ്പൊക്കെ മിക്കവാറും ഇവിടെ കൊടുക്കുമായിരിക്കും. നമ്മുടെ മെട്രോൻ്റെ ഒരു ഫീച്ചർ പോലെ തന്നെയാണ്. അപ്പോൾ ഡോറ് 2 ഭാഗത്തും അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് പിടിച്ചിരിക്കാനുള്ള ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇതാ നമുക്ക് നിൽക്കുമ്പോൾ പിടിച്ച് നിൽക്കാനുള്ള ഇതും കൂടി ഉണ്ട്. ലഗേജ് വെക്കാനുള്ള ഒരു സെറ്റപ്പ് മേലെ ഭാഗത്തുണ്ട്. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് അലാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ പിന്നെ ഈ ഒരു സീറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സീറ്റ് കുഷ്യനിങ് ആണ്. നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് തന്നെയാണ്. നമ്മുടെ ജനശതാബ്ദി ഇല്ലേ, തിരുവനന്തപുരം കണ്ണൂർ, അതിൻ്റെയൊക്കെ ഒരു മോഡൽ അല്ലേ. ഫേസ് ടു ഫേസ് ആണ്. കാരണം ഇത് റിസർവേഷൻ അല്ലല്ലോ, ജനറൽ ആണ്. പിന്നെ ഞാൻ നോക്കുന്നത് ചാർജിങ് പോർട്ട് അവിടെ ഉണ്ടാവില്ല. മിക്കവാറും ഇതാ ഇവിടെ ആയിരിക്കും. ഈ ഭാഗത്താണ് ചാർജിങ് പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് USB ഉണ്ട്. സി ടൈപ്പ് കാണുന്നില്ല കേട്ടോ. സി ടൈപ്പ് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് ഇവിടെ സിംഗിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സിംഗിൾ സീറ്റ് വരുന്ന ഭാഗത്ത് നമുക്ക് ഇരിക്കാം. പിന്നെ ഇതിൻ്റെ ടോയ്ലറ്റൊക്കെയാണ് ഇന്ത്യൻ സ്റ്റൈല്. ടോയ്ലറ്റൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കുവാണെങ്കിൽ നല്ല വൃത്തിയുള്ള നല്ലൊരു ടോയ്ലറ്റ് തന്നെയാണ്. നമ്മുടെ വന്ദേ ഭാരതിൻ്റെ സെയിം ആയുള്ളൊരു മോഡൽ തന്നെയാണ്.
അപ്പോൾ ഈ കോച്ചിലെല്ലാം നമുക്ക് ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല ഒരു ലക്ഷറി തന്നെയാണ്. കാരണം വലിയ പൈസയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ആ ഒരു ചാർജിനൊത്ത വണ്ടി തന്നെയാണ്. ഇപ്പൊ വണ്ടി പുറപ്പെടാൻ ഒരുപാട് സമയമുണ്ട്. അത്ര ഇനിയിപ്പോ നമ്മൾ യാത്ര ചെയ്യുന്ന ഭുജ് അഹമ്മദാബാദ് വന്ദേ മെട്രോയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. വീടിന്റെ തുടക്കഭാഗത്ത് തന്നെ പറഞ്ഞു ഇത് ആദ്യത്തേതാണെന്ന്. നിലവിൽ ഇപ്പോൾ രാജ്യത്ത് വേറെ വന്ദേ മെട്രോ ഒന്നും തന്നെ ഇല്ല. കുറേ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, നമുക്ക് വരുമെന്നൊക്കെ നോക്കാം. അതുപോലെ തന്നെ ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ടോട്ടലി 358 കിലോമീറ്ററാണ് ഓടുന്നത്. അതായത് ഇവിടുന്ന് ഭുജിൽ നിന്ന് അഹമ്മദാബാദ് വരെ. ഇതിന്റെ പരമാവധി ഒരു പ്രവർത്തന വേഗത എന്ന് പറയുന്നത് 130 km/h ആണ്. അപ്പോൾ ഈ 358 കിലോമീറ്റർ എത്താൻ ഏകദേശം ഒരു 5 മണിക്കൂർ എടുക്കുന്നതാണ് നമ്മളിപ്പോൾ റെയിൽവേ ടൈമിൽ കാണുന്നത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അപ്പോൾ ഇതിന്റെ എന്താ പറയുക, ടോട്ടൽ ഇതിന് 12 കോച്ചുകളാണെന്ന് നമ്മൾ പുറത്തെ കാണിച്ചല്ലോ. അപ്പോൾ ഇതിലെ കപ്പാസിറ്റി ടോട്ടലി വരുന്നത് 3208 ആണ്. അപ്പോൾ അത് നമുക്ക് സ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ സിറ്റിങ്ങും ആയി. അപ്പോൾ അതിന് സിറ്റിംഗ് പറയുകയാണെങ്കിൽ എന്താ പറയുക 1150 ആളുകൾക്ക് ഇരുന്നിട്ട് പോകാം. നിന്നിട്ട് പോകാൻ അതിനെക്കാട്ടും പറ്റും. അതായത് 2058 ആളുകൾക്ക് അത് നിന്നിട്ട് പോകാനും പറ്റും. പിന്നെന്ന് വെച്ചാൽ ഈ ട്രെയിനിന്റെ ഒരു എന്താ പറയുക ഓടിത്തുടങ്ങിയ ഒരു സമയമൊക്കെ പറയണല്ലോ. കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബർ 16 ഇത് ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയത്. ഭുജിന്ന് ട്രെയിൻ പുറപ്പെടാനുള്ള സമയമായ ഇപ്പൊ കോച്ചിന്റെ അകത്തെ കാഴ്ചയാണ്. സീറ്റ് മുഴുവൻ ഇപ്പോൾ വേക്കൻ്റ് ആയിട്ടാണുള്ളത്. കാരണം ഇവിടെ നിന്ന് അധികം ആൾക്കാരൊന്നും കയറുന്നില്ല. ഗാന്ധിധാം എന്നാണ് വണ്ടി ഫുള്ളാവുക. ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. വന്ദേ ഭാരതും നമ്മുടെ ഈ നമോ ഭാരതും തമ്മിലുള്ള മെയിൻ വ്യത്യാസം, അത് റിസർവേഷനാണ്, ഇത് റിസർവേഷൻ അല്ല. ഇതിൽ നമുക്ക് നിന്നിട്ട് വേണമെങ്കിലും യാത്ര ചെയ്യാം. ഓട്ടോമാറ്റിക് ഡോർ ഇതാ ക്ലോസ് ആയിരിക്കുകയാണ്. ട്രെയിൻ നമ്പർ 94802 भुज अहमदाबाद में आपका स्वागत है. വണ്ടി എടുത്തിരിക്കുകയാണ്. മൂവ് ചെയ്തു. ഒന്നും കാണൂലല്ലോ, ഇങ്ങോട്ടുള്ള റിഫ്ലക്ഷൻ തന്നെയാണ്. ഭുജിനും അഹമ്മദാബാദിനും ഇടയിൽ ഈ ട്രെയിന് 9 സ്റ്റോപ്പുകളാണുള്ളത്. അടുത്തത് 5 എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ട്, അവിടെ ഇതിന് സ്റ്റോപ്പുണ്ട്. ഗാന്ധിധാം എത്തുന്നതിന് തൊട്ട് മുന്നെയാണ്. കച്ച് ജില്ലയിലാണല്ലോ ഭുജൊക്കെ വരുന്നത്. നമ്മുടെ റൺ ഓഫ് കച്ചൊക്കെ കാണാൻ വന്നവർക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം ഈ ഭുജിന്ന് അഹമ്മദാബാദ് ഭാഗത്തേക്ക് ഏത് ട്രെയിൻ നോക്കി കഴിഞ്ഞാൽ എപ്പോഴും തിരക്ക് തന്നെയാണ്. അപ്പം രാവിലെ വന്ന് കയറുക എന്ന് മാത്രമാണ് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഈ ട്രെയിനകത്ത് നമുക്ക് വേറെ കഴിക്കേണ്ട വെള്ളമോ ചായ ഒന്നും തന്നെ കിട്ടൂല കേട്ടോ. അപ്പോൾ സ്റ്റേഷനെത്തി പുറത്ത് വാങ്ങേണ്ടി വരും. ഭുജിന് വലിയ സൗകര്യമില്ല. ഗാന്ധിധാമിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചായ ഒന്നും കിട്ടിയെങ്കിൽ അത് വാങ്ങാം. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ സി ടൈപ്പ് ഇതിൽ സ്യൂട്ട് ആകുമെന്ന്. കറക്റ്റായിട്ട് ആവുന്നുണ്ട്. അപ്പോൾ ചാർജിങ് പോയിൻ്റൊക്കെ എല്ലാം വർക്കിംഗ് തന്നെയാണ്. നമുക്ക് ഈ ഒരു ഫോം ആണെങ്കിൽ ഇവിടെയൊക്കെ വെച്ചിട്ട് പോകാൻ, അല്ലെങ്കിൽ ഈ ഒരു സീറ്റിൽ ഇരുന്നാൽ മതി. ഇവിടെ പിടിച്ചോണ്ടിരിക്കുകയല്ല, അത് ഞാൻ ഏറ്റവും നല്ലത്. വണ്ടി ഓടി തുടങ്ങി 8 മാസം ആകുന്നതേ ഉള്ളൂ. വണ്ടീൻ്റെ അകത്ത് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നല്ല നീറ്റാണ്. അതുപോലെ തന്നെ വലിയ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ വണ്ടി ആദ്യം തന്നെ വന്നത് ഗുജറാത്തിലേക്കാണല്ലോ. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ കേരളത്തിലും ഇതുപോലുള്ള വണ്ടികളൊക്കെ വേണമായിരുന്നു, എന്തെങ്കിലും വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. ട്രെയിനിൻ്റെ ഒരു റൂട്ട് മാപ്പ് ഇവിടെ കാണാം. ഇപ്പം 5 ട്രെയിൻ എത്തി. അടുത്തതാണ് ഗാന്ധിധാം. നമുക്ക് ഇറങ്ങാനുള്ളത് വിറങ്കമാണ്. വിറങ്കം കഴിഞ്ഞതിന് ശേഷം 2 സ്റ്റോപ്പ് കൂടിയുണ്ട്. അപ്പോൾ ഇതാ 5 ഓട്ടോമാറ്റിക് ഡോർ ഇപ്പോൾ ഓപ്പൺ ആവും. പുറത്തേക്ക് ഇറങ്ങുന്നില്ല, കാരണം വണ്ടി ഏത് സമയം ചിലപ്പോൾ ഡോറ് ക്ലോസ് ചെയ്യാമല്ലോ. അധികം തിരക്കൊന്നുമില്ല ഇവിടെ. 5 പറ്റി പറയുവാണെങ്കിൽ 1956 5 ഭൂകമ്പം ഗുജറാത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഭൂകമ്പമായിരുന്നു അത്. അതായത് ആ സമയത്ത് കച്ച് ജില്ലയിലെത്തെ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ വിതച്ച ഒരു ഭാഗമായിരുന്നു 5 എന്ന് പറയുന്നത്. 1956 ശേഷം 2001 സമാനമായൊരു ഭൂകമ്പം ഈ പറഞ്ഞ കച്ച് പ്രദേശത്തും ഗുജറാത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളുണ്ടല്ലോ അലാസ്രത്ത് എക്സ്പ്രസിൽ ഇതുവഴിയാണ് വന്നിട്ടുണ്ടായത്. ഇപ്പൊ നമ്മുടെ ഈ ഭൂകമ്പത്തിന്റെ ഒരുപാട് എന്താ പറയാ, അതൊക്കെ എന്താ പറയാ, ഇവരെന്താ പറയാ, അതിനൊക്കെ അതിജീവിച്ചു എന്ന് പറയാം. ഒരുപാട് പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ടാവല്ലോ ഭൂകമ്പത്തിന്റെ പേരിൽ. എന്താ പറയാ, നാടുകളിലേക്കൊക്കെ ഒരുപാട് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാത്തിനും അതിജീവിച്ചു എന്ന് തന്നെ പറയാം. തീർച്ചയായും. 6:20 ട്രെയിൻ ഇത് ഗാന്ധിധാം ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഈ ട്രെയിനിൽ എല്ലാ ആൾക്കാർ കയറും. ഇത് പിന്നെ ചെറിയ ട്രെയിൻ ആയതുകൊണ്ട് അങ്ങ് കൊണ്ടുപോയി നിർത്തുള്ളൂ. 6:20 ഇതുവരെയും വെളിച്ചൊന്നും വന്നിട്ടില്ല. നല്ല ഇരുട്ടുണ്ട് അത്ര.
ഗാന്ധിധാമിൽ ഈ ട്രെയിന് 10 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ് പോവുക. മറ്റ് ട്രെയിനുകളൊക്കെ ആണെങ്കിൽ ലോക്കോ റിവേഴ്സിലൊക്കെ ഉണ്ടാവുമല്ലോ, ഇത് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പോർട്ടുകളിൽ ഒന്നായ കാണ്ടില പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. 6:23 ഈ സമയം. ഞങ്ങൾ പുറത്തു പോയി ഓരോരോ ചായ വാങ്ങിച്ചിരിക്കുകയാണ്. ഇത് മസാല ചായയാണ്. കപ്പൊക്കെ വളരെയധികം ചെറുതാണ്, ഇത്രയേ ഉള്ളൂ. 6:30 ഗാന്ധിധാമിൽ നിന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഗാന്ധിധാമിലേക്ക് 2 വീക്ക്ലി ട്രെയിനുകളാണുള്ളത്. ഒന്ന് തിരുനെൽവേലിയിൽ നിന്ന് ഗാന്ധിധാമിലേക്ക് വരുന്ന ഹംസഫർ, മറ്റൊന്ന് നാഗർകോവിൽ ഗാന്ധിധാം വീക്ക്ലി എക്സ്പ്രസ്. ട്രെയിൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളായി. ഭുജിൽ നിന്ന് ഇവിടെ വരെ നല്ല രീതിയിൽ തന്നെ വരാം. എവിടെ വേണമെങ്കിൽ പോയിരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സീറ്റിൽ കയറി ഇരിക്കേണ്ടി വരും. ആറ് 50 സൂര്യനൊക്കെ ഇത് ഉദിച്ചു വരികയാണ്. ഇപ്പോൾ ട്രെയിൻ 104 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊന്നും പ്രത്യേകിച്ച് കാണാനുള്ള നല്ല കാഴ്ചയൊന്നുമില്ല. ഇതേപോലെ തന്നെയാണ്. ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്താണ്. പിന്നെ ഈ ഭാഗത്തൊന്നും കൃഷിയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ ഭാഗം തൊട്ട് മുന്നിൽ കാണുന്നില്ലേ, അവിടെ എന്തോ പുതിയ ട്രാക്കായിട്ടാണ് തോന്നിയിരുന്നത്. അറിയത്തില്ല, കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഈ ഗുഡ്സിന് പോകാൻ വേണ്ടിയിട്ടില്ല സെപ്പറേറ്റ് ട്രാക്ക്, അതാകാൻ മിക്കവാറും. സൂര്യൻ്റെ തിരിച്ചു വരികയാണ്. നല്ല ഭംഗിയല്ലേ? ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല ശക്തിയായിരിക്കും. ഇതിലൂടെ കൂടുതലും കണ്ടെയ്നർ ലോറികളാണ്. കാരണം ഇവിടെ പോർട്ടുണ്ടല്ലോ. ട്രെയിനായാലും അങ്ങനെ തന്നെയാണ്, കൂടുതലും ലോറികൾ തന്നെയാണ്. നാലുവരി പാതയാണ്. ഗുജറാത്തിലെ റോഡുകളൊക്കെ ഒന്നിനോടൊന്നും മികച്ചതാണ്. 7 മണി ട്രെയിൻ ഇത് ഭച്ചൗ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. ഇനിയിപ്പോൾ ഡോറിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല ട്രെയിനിന്. കാരണം പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക് ഡോറ് ക്ലോസ് ആവും. ഞങ്ങൾ ഈ സീറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഭച്ചൗന്നൊക്കെ കയറാൻ ആൾക്കാർ കുറവാണ്. ഈ ട്രെയിൻ മുഴുവനും അൺറിസർവ്ഡ് ആണല്ലോ, പക്ഷേ മറ്റ് ട്രെയിനുകളിലെ അൺറിസർവ്ഡിനെ കാട്ടി തിരക്ക് കുറവാണ് ഇതിൽ. കാരണം ഇത് AC ആയതുകൊണ്ട് തന്നെ കുറച്ച് ചാർജ് കൂടുതലാണല്ലോ. നോർമലി ആ ഒരു ആൾക്കാർ മാത്രമേ എന്തായാലും ഇതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ റൂട്ടിൽ ഒരുപാട് ഫാക്ടറികൾ കാണാം. സമഖ്യാലി റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്താനായി 2 കിലോമീറ്റർ കൂടി ഉള്ളൂ. സമഖ്യാലി റെയിൽവേ സ്റ്റേഷനിൽ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. ഇനി ഈ ട്രെയിനിൻ്റെ സ്പീഡ് നിങ്ങൾ നോക്കിക്കോ, കൂടുന്നതുണ്ടോ? കഴിഞ്ഞതാ. ഇപ്പം മാക്സിമം 110 വരെയാണ് പോയിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടില്ല. ഇത് നദി തന്നെയാണോ? കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഈ ഭാഗത്താണ് നദി. ഇവിടെയാണ്
അത്യാവശ്യം വലിയൊരു ബ്രിഡ്ജ് തന്നെയാണിത്. നദി അങ്ങനെ അതിലൂടെ അങ്ങ് ഒഴുകില്ല, അതുവഴിയാണ് കടന്നു പോകുന്നത്. ഒരുപാട് ഭാഗത്തേക്ക് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഉപ്പുപാടങ്ങളാണ്. ഇവിടെ നല്ല കാറ്റുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇതാ വിൻഡ് മിൽസ് ഉണ്ട്. ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു പോകുന്നത് നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഒരു പുറകിലാണ്. ഈ ട്രെയിനിൻ്റെ അകത്ത് ചെക്കിങ്ങിന് TT ഒക്കെ ഉണ്ട്. ടിക്കറ്റ് എടുക്കാതെ ഇതിൽ യാത്ര ചെയ്യാമെന്ന് കരുതണ്ട, എല്ലാ കോച്ചിലേക്കും ചെക്കർ എന്തായാലും വരും. നമോ ഭാരതിന്റെ ടോയ്ലറ്റിന്റെ കാര്യം പറയുമ്പോൾ നല്ല വൃത്തിയാണ്. നമ്മുടെ വന്ദേ ഭാരത് പോലെ തന്നെ എല്ലാ തരത്തിലുള്ള സൗകര്യം ഇതിലുണ്ട്. നമ്മുടെ ഹാൻഡ് വാഷ് ആയാലും ഇപ്പോൾ നമ്മൾ കൈ കഴുകിയിട്ട് ഹാൻഡ് ഡ്രയർ ആയാലും എല്ലാം നല്ല സൗകര്യം ഇതിലുണ്ട്. ഈ ട്രെയിൻ ഇപ്പം മാക്സിമം 110 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 130 വരെ പോവും, പക്ഷേ ഇപ്പോൾ ഇല്ല അത്ര. എട്ട് 43 ട്രെയിൻ ഇത് ഗ്രാൻഗദ്ര ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് വിറങ്കം. ഇവിടെ 2 മിനിറ്റ് ഉണ്ട് ട്രെയിൻ സ്റ്റോപ്പ്. വിറങ്കെത്താനായേ ഞങ്ങളിങ്ങനെ ഏറ്റവും മുൻഭാഗത്തേക്ക് നടന്നു പോവുകയാണ്. ഈ ഭാഗത്തേക്കെല്ലാം നല്ല റഷാണ്. നമ്മളുള്ള ഭാഗത്ത് മാത്രമേ തിരക്കില്ലാതെ ഉള്ളൂ. ഇപ്പോൾ ഒരു 2 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഭുജിൽ നിന്നും 293 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ വിറങ്കം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 9:35 ഇത് അത്യാവശ്യത്തിന് വലിയൊരു സ്റ്റേഷൻ തന്നെയാണ്. വിറങ്കത്തുനിന്ന് ഇതാ ട്രെയിൻ അഹമ്മദാബാദിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. 10:30 ഈ വണ്ടി അഹമ്മദാബാദിലെത്തും. അവിടുന്ന് വൈകിട്ട് ഭുജിലേക്ക് 5:30 രാത്രി ഒരു 11:30 ഇത് ഭുജിലും എത്തും. നല്ലൊരു സർവീസാണ്. ഇതേപോലെയുള്ള വണ്ടികളാണ് നമ്മുടെ കേരളത്തിന് ആവശ്യം. ഇതാണ് വിറങ്കം റെയിൽവേ സ്റ്റേഷൻ. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. പിന്നെ ഇതുവഴി നേരെ നമുക്ക് സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങാം. നിലവിലിപ്പോൾ ഇവിടെയും നവീകരണമാണ്. അപ്പോൾ സ്റ്റേഷൻ്റെ പുതിയ ഭാഗങ്ങളൊക്കെ ഇവിടെയാണ്. ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് ഈ ഭാഗത്താണ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേഷനും ഇപ്പം പുതുക്കി പണിയാണല്ലോ. അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് സുഖകരമായ AC-യിലുള്ള യാത്ര ശരിക്കും ഈ ഗുജറാത്തിൽ മാത്രമല്ല വന്ദേ മെട്രോ പോലെയുള്ള ട്രെയിനുകൾ വരേണ്ടത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്കും വരണം. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും വരണം. എത്ര യാത്രക്കാർക്ക് ഉപകാരമുള്ളൊരു ട്രെയിനാണിത്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഇന്ത്യയിലത്തെ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ്റെ വീട് നമ്മുടെ സ്വന്തം കേരളത്തിലെ ഒരവസ്ഥ ചിന്തിച്ച് നോക്കിയേ. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും നിന്ന് എന്താ വെച്ചാൽ എല്ലാ ട്രെയിനും പരശുറാമ ഏറനാടൊക്കെ നമ്മുടെ കാസർഗോഡ് നമ്മുടെ തെക്കേറ്റത്ത് വടക്കേറ്റത്തേക്ക് രണ്ടാം അപ്പ് ആൻഡ് ഡൗൺ പോകുന്നുണ്ടല്ലോ. അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ ട്രെയിനുകളൊക്കെ ഒപ്പം തന്നെ ഇതേപോലത്തെ വന്ദേ മെട്രോ വന്നാലത്തെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ഉച്ചയ്ക്ക് നമ്മുടെ എറണാകുളത്തിന് ശേഷം, അതായത് ഷൊർണൂരിന് ശേഷം ഉള്ള മംഗള, നേത്രാവതി, പരശുറാം, നമ്മുടെ
താമ്പരം മംഗളൂരു എക്സ്പ്രസ് ഇതിന്റെ അണ്ടർസോഡിൽ കാല് കുത്താനുള്ള ഇടയുണ്ടാവുക അല്ലേ? അതായത് മലബാർ ഭാഗത്തേക്ക്, ഇനി അതേപോലെ നമ്മളെ തെക്കൻ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഗുരുവായൂരിന്റെ സിറ്റി, വഞ്ചിനാട്, ഒരുപാട് പാലരുവി എല്ലാ അവസ്ഥ നമ്മൾ അങ്ങനെ അല്ല, കേരളം ടോട്ടലാണ് പറയുന്നത്. അതിപ്പോ ഒരുപാട് റൂട്ടുകൾ ഇതേപോലെ വന്ദേ മെട്രോ ഒന്നും ഉണ്ടായാലും എന്തായാലും യാത്ര ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടും. തീർച്ചയായിട്ടും. അപ്പൊ ഇതുപോലുള്ള വണ്ടികൾ നമ്മുടെ നാട്ടിലും വരട്ടെ. എന്തായാലും വൈകാതെ തന്നെ വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിപ്പോ വെച്ചാൽ നമുക്കിപ്പോ കാണാൻ വേണ്ടി ഗുജറാത്തിൽ വന്നിട്ട് നമ്മളത് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒരു വിഷമമുണ്ട്. നമ്മുടെ നാട്ടിലും കൂടെ വേണം എന്നല്ലേ എന്റെ ഒരു ആഗ്രഹം. ഒന്നുമില്ല, നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികള് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലോട്ട് ഈ വണ്ടിയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ. സത്യം. അപ്പൊ എന്താ പറയാ, ഈ ഒരു വൺ ഡേ മെട്രോന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ ബൈ.